നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മൾ പുതുതായി തുടങ്ങിയിരിക്കുന്ന ടാരോട്ട് ലവ് എനർജീസിന്റെ വാട്സപ്പ് ചാനലിലേക്കും ഇൻസ്റ്റഗ്രാമിലേക്കും എല്ലാ മാന്യ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. രണ്ടിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് പോകാം. നിങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങളെല്ലാം മാറ്റിവെച്ച് ഈ വ്യക്തിയുടെ സ്വഭാവത്തിനും വ്യക്തിത്വത്തിനും വലിയ രൂപമാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ വ്യക്തി സാമ്പത്തികപരമായിട്ട് വളരെയധികം ഉയർന്നിരിക്കുന്ന ഒരു തലമാണ് കാണിക്കുന്നത്. ഒരുപക്ഷെ ഇത്രയും കാലത്തെ പരിശ്രമത്തിന് ശേഷം എന്തെങ്കിലും തരത്തിലുള്ള പുതിയ വാതിൽ ഈ വ്യക്തിക്ക് വേണ്ടി തുറക്കപ്പെട്ടിട്ടുണ്ടാകാം. അത് സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധിയോ തൊഴിൽ മേഖലകളിലോ അല്ലെങ്കിൽ മറ്റ് പല ഏതെങ്കിലും ഒരു മേഖലകളിലൂടെ ആയിരിക്കാം. ഈ വ്യക്തിക്ക് വളരെയധികം സന്തോഷ വാർത്ത ലഭിച്ചിട്ടുള്ളതായിട്ട് കാണിക്കുന്നു. ഏതൊക്കെയോ മേഖലകളിൽ ഈ വ്യക്തി ഉദ്ദേശിച്ച രീതിയിൽ വളരെയധികം പ്രയത്നിച്ച് മുന്നേറുവാൻ സാധിച്ചതായാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ വ്യക്തിയുടെ ഊർജം വളരെയധികം പോസിറ്റീവ് എനർജിയിലാണ് കാണപ്പെടുന്നത്. അതിനുവേണ്ടി ചില പ്രയത്നങ്ങൾ ഈ വ്യക്തി പ്രയത്നിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. തീർത്തും അതൊരു ജ്യോത്സ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ പ്രാർത്ഥനകളായിരിക്കാം, അല്ലെങ്കിൽ കൗൺസിലിംഗ് പോലുള്ള കാര്യങ്ങളിലായിരിക്കാം. എന്തൊക്കെയാണെങ്കിലും സ്വന്തം മനസ്സും ശരീരവും പുതുക്കി രൂപാന്തരപ്പെടുവാൻ ഈ വ്യക്തി നല്ല രീതിയിൽ ശ്രമിച്ചതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇത് തീർത്തും ഈ വ്യക്തിയുടെ വളരെയധികം ശക്തമായിട്ടുള്ള ഒരു തിരിച്ചുവരവ് തന്നെയാണ്. ശക്തത എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് അതിൽ എല്ലാ തരത്തിലുള്ള പാഠങ്ങളും ഉൾക്കൊണ്ട് തൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി എല്ലാം വളരെയധികം പൂർത്തീകരിക്കുന്ന രീതിയിൽ മുന്നോട്ട് കടന്നു വരാനാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ചിന്താഗതികളാണ് ഈ വ്യക്തിയെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത്. പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പ്രണയബന്ധവുമായി ഉൾപ്പെടുന്ന എല്ലാ കാര്യവും എല്ലാ മേഖലകളിലും ഈ വ്യക്തി വളരെയധികം പോസിറ്റീവ് എനർജി പുറപ്പെടുവിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ പലതരത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തീർത്തും അതൊക്കെ ഈ വ്യക്തിയെ നല്ല ഒരു മനുഷ്യനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഏതാനും ചില പരീക്ഷണങ്ങളായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഈ വ്യക്തി പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോയെങ്കിൽ പോലും അവിടെയൊക്കെ ഈ വ്യക്തി തളർന്നു വീണിട്ടുണ്ട്. തീരുമാനങ്ങളിൽ പതർച്ചകൾ വന്നിട്ടുണ്ട്. നിങ്ങളോടുള്ള ബന്ധങ്ങൾക്ക് പോലും ഈ വ്യക്തിക്ക് താല്പര്യമില്ലാതെയും എല്ലാവരിൽ നിന്നും ഒളിച്ചോടാനും ഈ വ്യക്തിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും കണക്കിലെടുക്കാതെ തന്നെയാണ്, അതെല്ലാം തരണം ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തി മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ വളരെ പ്രത്യേകതയോടുകൂടി കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്കിടയിലുള്ള ആ ഒരു വികാരമായിട്ടുള്ള ഒരു ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് ആണ്. അത് നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്കിടയിൽ വർക്കൗട്ട് ആകുന്നതായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. എത്ര തവണ നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും ഓരോ തവണയും നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കുമ്പോൾ അവിടെ വളരെ പ്രധാനപ്പെട്ട രീതിയിലുള്ള ഒരു പുതിയ തുടക്കം അല്ലെങ്കിൽ പുതിയ എനർജിയാണ് അവിടെ വന്നു ചേരുന്നത്. നിങ്ങൾ രണ്ടുപേരും കൂടെ കണ്ടുമുട്ടുമ്പോഴും സംസാരിക്കുമ്പോഴും വീണ്ടും റിയൂണിയനിലേക്ക് വരുമ്പോഴും കഴിഞ്ഞു പോയ പഴയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ചിന്തിക്കാനോ നിങ്ങൾക്കിടയിൽ വാക്ക് തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാക്കുവാനോ നിങ്ങൾ ശ്രമിക്കുകയില്ല. ഓരോ റിയൂണിയനും വളരെയധികം അങ്ങേയറ്റം പുതുമയോട് കൂടിയും പുതുക്കിയെടുത്തുകൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും മുന്നോട്ട് പോകുന്നത്. ഇവിടെ വളരെയധികം സംശയ രോഗങ്ങളാണ് ഇവിടെ പലതരത്തിലും മോശപ്പെട്ട അവസ്ഥയിലേക്ക് ഈ ഒരു ബന്ധം എത്തിച്ചേർത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തിയുടെ സ്വഭാവ വൈകല്യങ്ങൾ തന്നെയാണ്. സ്വഭാവ വൈകല്യങ്ങൾ എന്ന് പറയുമ്പോൾ അത് വിശ്വാസത്തിലും പെരുമാറ്റത്തിലും പ്രണയബന്ധത്തിൽ കാണിച്ചിരുന്ന സ്നേഹവും നിങ്ങളോടുള്ള സമീപനവും കുറച്ചൊക്കെ അല്ലെങ്കിൽ കുറച്ചധികം അതിൽ മോശക്കേടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് കാണിക്കുന്നു. ഇവിടെ തേർഡ് പാർട്ടി അവസ്ഥകൾ തീർച്ചയായിട്ടും ഉണ്ട്.
ഈ ഒരു ബന്ധത്തിൽ നിങ്ങളും ഈ വ്യക്തിയും മാത്രമുള്ളൂ എന്ന് നമുക്ക് യാതൊരു കാരണവശാലും ഉറപ്പിച്ച് പറയാനാവില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല രീതിക്കുള്ള ഒരു വലിയൊരു മാറ്റം ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. പക്ഷെ ആ ഒരു മാറ്റം അല്ലെങ്കിൽ ആ ഒരു സ്വഭാവത്തിലുണ്ടായ ഒരു മാറ്റമായിരിക്കണം അത് മറ്റുള്ളവരിലൂടെ ഈ വ്യക്തിയിലേക്ക് വന്നതാണ്. ഒരുപക്ഷെ മറ്റുള്ളവരുടെ ഉപദേശങ്ങളിലോ മറ്റുള്ളവർ പറയുന്നതനുസരിച്ചോ അവർ പറയുന്നതാണ് സത്യം എന്നുള്ള നിലയിൽ അവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് അവർ പറയുന്ന എല്ലാ മോശപ്പെട്ട കാര്യങ്ങളും ഈ വ്യക്തി ഏറ്റെടുക്കുകയും അത് നിങ്ങളുടെ മുന്നിൽ അതുപോലെ കാണിക്കുകയും ചെയ്തപ്പോഴാണ് അതൊരു വൈകൃതമായി മാറിയത്, അല്ലെങ്കിൽ ഒരു വൈകല്യമായി മാറിയത്. അത് തീർത്തും ഈ വ്യക്തിയുടെ പക്വതയില്ലായ്മയെയാണ് ഏറ്റവും കൂടുതൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ ഈ വ്യക്തിക്ക് അങ്ങേയറ്റം പശ്ചാത്താപം തോന്നിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമായ കാര്യമാണ്. പക്ഷേ പലതവണയും അല്ലെങ്കിൽ ഒരുപാട് തവണ നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടി ഓരോ തവണയും അവസരം കൊടുത്തു. ഈ ഒരു സെപ്പറേഷനോട് കൂടി അല്ലെങ്കിൽ ഈ ഒരു വേർപിരിയലോട് കൂടി ശരിയാകും എന്നുള്ള വിശ്വാസത്തിൽ വീണ്ടും ഈ വ്യക്തിക്ക് അവസരം കൊടുക്കുന്നു. പക്ഷേ അതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോവുകയും വീണ്ടും സെപ്പറേഷൻ ആവുകയും അത് കഴിഞ്ഞ് വീണ്ടും ഈ വ്യക്തി റിയൂണിയന് വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരികയും അങ്ങനെ വീണ്ടും നിങ്ങൾ അവസരങ്ങൾ കൊടുക്കുന്നു. അങ്ങനെ ഇതൊരു ലൂപ്പ് പോലെ അല്ലെങ്കിൽ ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇല്ലാതെ ഇതിങ്ങനെ കണ്ടിന്യൂഷൻ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിട്ടാണ് കാണിക്കുന്നത്, ഒരു പ്രക്രിയയായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ഏതോ ഒരു സമയത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുകയും ഈ വ്യക്തിയുടെ സ്വഭാവം അല്ലെങ്കിൽ ഈ വ്യക്തിയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്താണ്, അത് നല്ലതിന് വേണ്ടിയോ ചീത്തതിന് വേണ്ടിയോ, ഇതിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുന്നത് ആരാണ്, ആരുടെയെല്ലാം സാന്നിധ്യം ഇവിടെ വരുന്നുണ്ട് എന്നിങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള വിശദാംശങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയും നിങ്ങൾ വളരെ ബുദ്ധിപൂർവമായിട്ടും തന്ത്രപൂർവമായിട്ടും ഈ ഒരു ബന്ധത്തിൽ നിന്നും പുറത്തേക്ക് കടക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയിലേക്ക് ഈ വ്യക്തി വരുമ്പോഴും ഈ വ്യക്തിയെ വീണ്ടും പഴയതിലേക്ക് വലിച്ചിടുവാൻ ശ്രമിക്കുന്നവരായിട്ടും അത്തരം നെഗറ്റീവ് എനർജിയെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അത് മോശപ്പെട്ട വ്യക്തികൾ തന്നെയാണ്. പക്ഷേ ഈ വ്യക്തി സ്വന്തം മനസ്സിലാക്കി സ്വന്തം കഴിവിൽ വിശ്വസിച്ച് മുന്നേറാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധത്തിലാണെങ്കിൽ പോലും ഈ വ്യക്തിക്ക് വളരെയധികം പശ്ചാത്താപമുണ്ട്. കാരണം നിങ്ങൾ എപ്പോഴാണോ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും പുറന്തള്ളപ്പെട്ടത് അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളെ പരിപൂർണമായിട്ടും അകറ്റി നിർത്തിയത്, ആ ഒരു സന്ദർഭം തൊട്ട് മുതൽ തന്നെ ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലുള്ള സ്വസ്ഥതയും ലഭിക്കാത്ത ഒരു സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോയത്. അവിടെ ഒരുപാട് കുറ്റബോധമുണ്ട്, തിരിച്ചറിവുകളുണ്ട്. അല്ലെങ്കിൽ അത്രയും കണ്ണടച്ച് വിശ്വസിച്ച മറ്റു പലവരും പിന്നീട് ഈ വ്യക്തിയുടെ ഏറ്റവും വലിയ ശത്രുവായി മാറുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് യാതൊരു തരത്തിലുള്ള കാപട്യമില്ലാത്ത പ്രണയമാണ്. അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് വരുന്ന വികാരങ്ങൾ എന്ന് പറയുന്നത് അത് മനസ്സിൽ തട്ടി വന്നിട്ടുള്ളതാണ് എന്നുള്ള സത്യം ഈ വ്യക്തി മനസ്സിലാക്കുകയാണ്. ആദ്യമൊക്കെ ഏറ്റവും കൂടുതൽ തെറ്റുകുറ്റങ്ങൾ ഈ വ്യക്തി ചുമത്തിയിരുന്നത് നിങ്ങളുടെ തലയിലേക്കാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുന്നതാണ് തെറ്റുകൾ, നിങ്ങളുടെയാണ് തെറ്റ്, നിങ്ങൾ ചെയ്യുന്നതാണ് ശരിയല്ലാത്തത്. ഈ ഒരു മനോഭാവത്തിലാണ് ഈ വ്യക്തി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്വന്തമായിട്ട് ഉൾക്കൊള്ളുകയും കാര്യങ്ങളെ കൂടുതൽ പഠിക്കുകയും സ്വന്തം തെറ്റുകൾ അംഗീകരിക്കാനും അതെന്താണ് എന്നുള്ളത് മനസ്സിലാക്കി അതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കാനുമാണ് ഈ വ്യക്തി ഇപ്പോൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തിയുടെ സ്വഭാവത്തിൽ വന്നിരിക്കുന്ന ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു സന്തോഷ വാർത്ത തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രണയബന്ധത്തിൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു പ്രതീക്ഷ വെക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. ദിവസങ്ങളിൽ ഒരു ദിവസം 2 വായന ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഉച്ചക്ക് 2 മണിക്കും രാത്രി 10 മണിക്കും. ഇന്ന് ഒരുപക്ഷെ 10 മണി കഴിയാം ഈ ഒരു വായന യൂട്യൂബിൽ വരുമ്പോൾ. കുറച്ചധികം നെറ്റിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാണ്, ദയവായി ക്ഷമിക്കുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.